സ്വാഗതം. ഇലക്ഷൻ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. ഇന്ത്യൻ യൂണിയനിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ പക്ഷേ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരുന്നു. ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിലാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കുമെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മത്സരിപ്പിച്ചിട്ടാണ് NDA അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കുന്നത്. കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും സാധ്യതകൾ പരിശോധിക്കുകയാണ് 20-ലെത്ര എന്ന ഈ പ്രോഗ്രാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സിറ്റിംഗ് സീറ്റ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായിരുന്നു 2019 രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് കിട്ടിയത്. 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം. തോൽപ്പിച്ചത് CPMലെ പ്രമുഖനെയാണ് KP സതീഷ് ചന്ദ്രനെ. KP സതീഷ് ചന്ദ്രൻ അവിടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മുൻ MLA ആണ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ 40,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് 2019 ജയിച്ചു കയറി. നമുക്ക് വോട്ട് നില ഒന്ന് പരിശോധിക്കാം. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താന് 2019 കിട്ടിയത് 4,74,961 വോട്ട്. KP സതീഷ് ചന്ദ്രന് കിട്ടിയത് 4,34,253 വോട്ട്. NDA സ്ഥാനാർത്ഥിയായി BJP ടിക്കറ്റിൽ മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാറിന് കിട്ടിയത് 1,76,049 വോട്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40,438 വോട്ട്. UDFന് ലഭിച്ച വോട്ട് വിഹിതം 43.5% UDFന് കിട്ടിയ വോട്ട് വിഹിതം. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയമായിരുന്നു കാസർഗോഡ് അദ്ദേഹത്തിന് ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുകയാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായിട്ട്. LDFൽ മത്സരിക്കുന്നത് CPMലെ MV ബാലകൃഷ്ണനാണ്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പദത്തിലിരിക്കെയാണ് ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നത്. NDAയിൽ BJPയുടെ ML അശ്വിനി എന്ന പുതുമുഖമാണ് സ്ഥാനാർത്ഥി. കാസർഗോഡ് ഇക്കുറി മുൻപുമില്ല, ഇക്കുറിയും ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാനാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ അത് തെളിയിക്കുന്നുമുണ്ട്. അവിടെ ത്രികോണ മത്സരമൊന്നുമില്ല, പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാറുണ്ട്. ഈ വോട്ടുകൾ, NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ഒരു പക്ഷേ സ്വാധീനിച്ചേക്കാം എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ചിത്രം. ത്രികോണ മത്സരമില്ല, പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് അത് ആരാണ് ജയിക്കുക എന്ന് ഒരു പക്ഷേ സ്വാധീനിച്ചേക്കാം എന്ന് മാത്രം. ആദ്യം നമുക്ക് ഇടത് ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ സാധ്യതകളിലേക്ക് തന്നെ നേരിട്ട് കിടക്കാം. സിറ്റിംഗ് MP എന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താനുള്ള പ്ലസ് പോയിൻ്റ് എന്ത്, മൈനസ് പോയിൻ്റ് എന്ത്, ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ 2024 ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കൊപ്പം 4 നൂറ്റാണ്ടിലധികമായി കാസർഗോഡ് രാഷ്ട്രീയം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന മാധ്യമത്തിൻ്റെ ബ്യൂറോ ചീഫ് രവീന്ദ്രൻ രാവണേശ്വരം നമ്മളോടൊപ്പം ഉണ്ട് ഈ വിവരങ്ങൾ വിശദീകരിക്കാൻ. രവീന്ദ്രൻ, നമ്മൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്ലസ് പോയിന്റ് എന്താണ്, മൈനസ് പോയിന്റ് എന്താണ്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം സിറ്റി MP എന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു സിറ്റിംഗ് MP ആണെങ്കിൽ ആ പരിഗണന അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുണ്ടാകും. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. പിന്നെ രണ്ടാമതൊന്ന്, അദ്ദേഹം നല്ല കളി അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കൊല്ലക്കാരനാണ്. ഇവിടെ വന്നു ഒരു പരിധിവരെ അദ്ദേഹം തോൽക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം ഒരു പുതിയ അനുഭവം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിന്റെ അന്നുണ്ടായത്. അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. മറ്റൊരാളുടെ കേന്ദ്രങ്ങളിലേക്ക്, LDFന്റെ കേന്ദ്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്രങ്ങളിലൊക്കെ അദ്ദേഹം ഇടിച്ചു കയറി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അങ്ങനെ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ള കാര്യം ഒരു വസ്തുതാപരമായ സംഗതിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം, ഒരുപക്ഷെ ഈ കാസർഗോഡ് ജില്ലയിലെ DC നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അപ്രമാദിത്വം തന്നെയുണ്ട്. DC മൊത്തം അദ്ദേഹത്തെ നിയന്ത്രിച്ചു, അദ്ദേഹം ഹൈജാക്ക് ചെയ്തു എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്ത് അദ്ദേഹം എതിരില്ലാത്തവരായിട്ട് മാറിയിട്ടുണ്ട്.
അതും അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നല്ല പ്രഭാഷകനാണ്, നന്നായിട്ട് അദ്ദേഹം പ്രസംഗിക്കും. ഏത് കാര്യത്തെയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പോലും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ച് അത് ഫലിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ വാക്ചാതുര്യം ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതോടൊപ്പം അതിന്റെ മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വിജയഘടകങ്ങൾ ഇത്തവണയില്ല. കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ വിജയഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശബരിമല ഇഷ്യൂ ആണ്, അത് ഇത്തവണയില്ല. രണ്ടാമതൊന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, അത് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയില്ല. പിന്നെ മൂന്നാമത്തത് പെരിയാർ ഇരട്ടക്കൊല എന്ന് പറയുന്ന സംഭവം വളരെ സജീവമായിരുന്നു അന്ന്, അതും ഈ മൂന്ന് ഘടകങ്ങൾ ഇത്തവണയില്ല. അപ്പോൾ വിജയിക്കാൻ അദ്ദേഹം സ്വന്തമായ ചില ഘടകങ്ങളെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മറ്റൊന്ന് സംഘടനാപരമായ പ്രവർത്തനം, ഈ കീഴ്ത്തട്ട് ബൂത്ത് തലത്തിലൊക്കെ സജീവമാക്കാൻ വലിയ പ്രയാസമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെതുപോലെ സജീവമല്ല കോൺഗ്രസിൻ്റെത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് പ്രതിപക്ഷ എംപിമാർക്ക് ഒന്നും പ്രത്യേകമായി നൽകുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പുതിയ ഒന്നും ഇവിടെ എംപിയുടേതായിട്ട് കേന്ദ്ര പദ്ധതിയുടേതായി ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് മറ്റൊരു മൈനസ് പോയിന്റ് ആണ്. പിന്നെ മറ്റൊന്ന്, പണത്തിന്റെ ദൗർലഭ്യം നല്ലോണം UDF-നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെയാണ് അതിനൊരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും മുഖ്യ എതിർ സ്ഥാനാർത്ഥി CPIM-ലെ MV ബാലകൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് ആ പദത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറിയിട്ടാണ് അദ്ദേഹം മത്സരിക്കാനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും? ബാലകൃഷ്ണൻ മാഷിന്റെയും അതേപോലെ ഇടതുപക്ഷത്തിന്റെയും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രം തന്നെയാണ്. അവർക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൈ അബദ്ധം എന്ന നിലയിൽ, കഴിഞ്ഞ തവണത്തെ ഒരു കൈ അബദ്ധം എന്ന നിലയിൽ അവർ പറയുന്നുണ്ട്. ചരിത്രപരമായിട്ട് അത് ശരിയാണ്. നേരത്തെ സൂചിപ്പിച്ച 3 ഘടകങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് ചരിത്രം തന്നെയാണ് അവിടെ പ്ലസ് പോയിന്റ്. ഇതുവരെ നടന്ന 14 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 12 LDF-ന്റെ കൂടെ നിന്ന മണ്ഡലമാണ്. അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതിന് പിന്നെ പുറമെ കഴിഞ്ഞ തവണ അവർക്ക് നഷ്ടപ്പെടാനുണ്ടായ ചില കാരണങ്ങൾ, ആ കാരണങ്ങൾ ഇന്ന് ഇല്ല. അത് അവരുടെ ആത്മവിശ്വാസം വളർന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, സംഘടനാപരമായി ശക്തമാണ്. ഏത് തലത്തിലേക്കും കീഴ്ത്തട്ടിലേക്കും സംഘടനാപരമായി ഒരു പിന്നെ അദ്ദേഹത്തിന് ശക്തമായ അടിത്തറയും കാര്യങ്ങളും ഒക്കെ സജീവമായ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഭരണത്തിന്റെ സർക്കാരിന്റെ ഒരു പിന്തുണ, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടാകില്ല, സർക്കാരിന്റെ ഒരു പിന്തുണ കൂടി അതിനുണ്ട്. അതാണ് ബാലകൃഷ്ണ മാഷുള്ള പ്ലസ് പോയിന്റ്. ഇനി അതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിലും ഭരണവിരുദ്ധ വികാരം ചെറുതോതിലൊക്കെ ഉണ്ടായേക്കാം, ഉണ്ടാവും. ചെറുതോ വലുതൊന്നും പറയാൻ കഴിയില്ല, എങ്കിലും ഭരണവിരുദ്ധ പിന്നെ വികാരം LDF-നെതിരെ ഉണ്ടാവാം. പിന്നെ സിറ്റിംഗ് എംപിയോടാണ് മത്സരിച്ചത്, അതിൽ നിന്നും അത് പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. ഉദാഹരണത്തിന് രാമണ്ണറയിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലുണ്ടായ സഹതാപ തരംഗത്തിൽ രാമറയിൽ വിജയിച്ചത് 14,000 വോട്ടാണ്. അത് തിരിച്ചു പിടിച്ചത് രാമണ്ണറയിൽ 1,500 വോട്ടുകൾ മാത്രമാണ്. അപ്പൊ തിരിച്ചു പിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. അത് ഒരു ചരിത്രാനുഭവവും കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, 2014 ഭൂരിപക്ഷം 6000-ഓളമാണ്. 2019 നേരെ പറഞ്ഞ് 40,000 ഭൂരിപക്ഷം UDF-നായി. അപ്പോൾ ചരിത്രപരമായി LDF-ന്റെ കുത്തക തകരുകയാണോ, സ്വാഭാവികമായ തകർച്ചയാണോ അത് എന്നുള്ളത് ഒരു വിഷയമാണ്. അവരുടെ കോട്ടയിൽ പ്രതിപക്ഷ മുന്നേറ്റം, വോട്ടിങ്ങിലൊക്കെ പ്രതിപക്ഷ മുന്നേറ്റം പ്രകടമാകുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട്. 2019 UDF-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചുവെങ്കിലും കാസർഗോഡ് ഒരു ചരിത്രം പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പമാണ്. മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് വിജയിച്ചത് സാക്ഷാൽ AKG ആണ്. 1957, 1967, 1957, 1962, 1967 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ. 1971 കാസർകോട്ടെ ആദ്യത്തെ അട്ടിമറി നടക്കുന്നത്. കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന KSU നേതാവ്
കോൺഗ്രസിന് വേണ്ടി കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുത്തു. തോറ്റത് CPM-ലെ പ്രമുഖനായിരുന്ന EK നായനാരാണ്. 977-ലും കടന്നപ്പള്ളി വിജയം ആവർത്തിച്ചു. ഇന്നത്തെ മുന്നണി സംവിധാനം, അതായത് ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നിലവിൽ വന്നതിന് ശേഷം 2019 മുമ്പ് 1984-ൽ മാത്രമാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UDF അവിടെ വിജയിച്ചിരിക്കുന്നത്. രാമറായ് 1984-ൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാമറായ് കാസർഗോഡ് മണ്ഡലം കോൺഗ്രസിന് വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. പിന്നീട് ഇങ്ങോട്ട് വിജയിച്ചതൊക്കെ CPM സ്ഥാനാർത്ഥികളായിരുന്നു. T. ഗോവിന്ദൻ, P. കരുണാകരൻ, ഇവർ രണ്ടുപേരും 3 വട്ടം വീതം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി. ഈ മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലൊഴികെ എല്ലാറ്റിലും വിജയിച്ച ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെയാണ് 2019-ൽ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF കോൺഗ്രസ് തകർത്തത്. അങ്ങനെ ഇടത് സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഘടന നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ LDFന്, വിശിഷ്യ CPIM-ന് നല്ല സ്വാധീനമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്ന് CPIM സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയത്. മറ്റു മണ്ഡലങ്ങൾ നോക്കുക, ബാക്കിയുള്ള 2 മണ്ഡലങ്ങൾ കൂടി ഉദുമയും കാഞ്ഞങ്ങാടും ഇവിടെയും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. എന്നിട്ടും 2019-ൽ രാജ്മോഹന് 40,000-ത്തിലധികം ലീഡ് എങ്ങനെ കിട്ടി എന്നുള്ളത് കൗതുകമുള്ള കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ്. രാഹുൽ വയനാട്ടിലേക്ക് വന്നത് UDFനും കോൺഗ്രസിനും നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. അത് കേരളത്തിൽ എമ്പാടും UDFന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. അതിൻ്റെ ഗുണം രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല ഒരു വലിയ വിവാദ വിഷയമായി കേരളത്തിലുണ്ടായിരുന്നു. അത് ഉപയോഗിക്കാൻ BJP വലിയ തോതിൽ ശ്രമിച്ചു, കോൺഗ്രസും ശ്രമം നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു ഫലവും രാജ്മോഹൻ ഉണ്ണിത്താന് ആ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസ്, രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ നടത്തിയ ഇരട്ടക്കൊലപാതകങ്ങൾ, ഇതിന് തൊട്ടുപിറകെയാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിൻ്റെ ഗുണവും രാജ്മോഹൻ ഇതൊക്കെ തന്നെയാണോ രാജ്മോഹൻ ഉണ്ണിത്താന് ഈ 40,000-ത്തിലധികം ഭൂരിപക്ഷം സമ്മാനിച്ചത് എന്ന ചോദ്യമുണ്ട്. ഈ ഘടകങ്ങൾ തന്നെയാണോ രാജ്മോഹൻ ഉണ്ണിത്താനെ 40,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. രവീന്ദ്രൻ രാവണീശ്വരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് കൗതുകമുള്ളതാണ്. ഇപ്പോൾ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ഇത് 3ഉം LDFന് പ്രത്യേകിച്ച് CPM-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ്. കാസർഗോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് 2 മണ്ഡലങ്ങൾ ഉദുമയും കാഞ്ഞങ്ങാടും LDFന് മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങളാണ്. ഈ 5 മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തിലധികം വോട്ടിൻ്റെ തോൽവി ഇടതുപക്ഷത്തിനുണ്ടാകുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, അതിന്റെ ഉത്തരം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഈ 3 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം ശബരിമല ഇഷ്യൂ, ആ ഇഷ്യൂ ഒരുപക്ഷെ ഇടതുപക്ഷത്തുള്ള അനുഭാവികളുടെ വോട്ട് പോലും UDFിലേക്ക് മറിഞ്ഞു എന്നതാണ്. ഇടതുപക്ഷത്തെ അനുഭാവികളുടെ വോട്ടും UDFിലേക്ക് മാറിയതാണ് അന്ന് അത് നഷ്ടപ്പെടാൻ കാരണം. 64,000 വോട്ട് T. ഗോവിന്ദനുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത്. ഈ കല്യാശ്ശേരി, തൃക്കരിപ്പൂർ, പയ്യന്നൂർ ഈ 3 മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 2 ഫാക്ടേഴ്സ്, അതായത് രാഹുൽ ഗാന്ധിയുടെ 2019-ൽ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതും ശബരിമലയും, ഈ 3 മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷത്തിന് തീർത്തും വിരുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെന്നാണോ? അത് പൊതുവെ ഈ മഞ്ചേശ്വരത്തും കാസർഗോഡ് നിന്നും നഷ്ടപ്പെടുന്ന വോട്ടുകൾ LDF മെയിൻറ്റെയിൻ ചെയ്യുന്നത് കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളാണ്. അതിൽ വരുന്ന ഏറ്റക്കുറവുകളാണ് LDFിന്റെ അനുകൂലമോ പ്രതികൂലമോ എന്ന് ചെയ്യുന്നത്. എപ്പോഴും കാസർഗോഡും മഞ്ചേശ്വരത്തും LDF വോട്ട് വളരെ കുറവാണ്. ഉദുമയിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോലെയാണ്. എന്നാൽ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കല്യാശ്ശേരിയും പയ്യന്നൂരും ഈ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം, കാഞ്ഞങ്ങാടും കുഴപ്പമില്ല, തൃക്കരിപ്പൂരും ഉദുമയൊക്കെ ഏതാണ്ട് വലിയ മാർജിനായിരിക്കില്ല വോട്ട്. അപ്പൊ ഇത് നിലനിർത്തുന്നത്, ഇതിന് രക്ഷപ്പെടുത്തുന്ന LDFിനെ രക്ഷപ്പെടുത്തുന്ന 2 മണ്ഡലങ്ങൾ പയ്യന്നൂരും കല്യാശ്ശേരിയുമാണ്. അവിടെ പോലും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താനായി മാറി എന്നുള്ളതാണ് 2019 ചിത്രം. അതെ, അവിടെയൊക്കെ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് UDFിന് അനുകൂലമായ വോട്ടുണ്ടായിരുന്നു.
പഞ്ചായത്ത് തല പരിശോധനയിലൊക്കെ UDF സ്ഥാനാർത്ഥികളുമായിട്ടാണ് വോട്ട് ഉണ്ടായത്. ഇത്തരം ഒരു സാഹചര്യം ഇപ്പോൾ എന്തായാലും 2024 LDF അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ദേശീയ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ നിശ്ചയമായും കാസർഗോഡിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം പ്രധാനമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ പാകത്തിൽ ഇപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ടോ? ഇവിടെ വിഷയങ്ങൾ ഉണ്ട്, പക്ഷെ അതൊന്നും LDF-നും UDF-നും ഒരുപോലെ ബാധകമായ വിഷയങ്ങളാണ്. ഏതൊന്നും ഒരു മുന്നണിയെ മാത്രം സ്വാധീനിക്കുന്നില്ല. കൃത്യമായ പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ കാസർഗോഡ് MP കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു വിഷയമാണ്. പക്ഷെ അത് LDF MP ആയാലും കേന്ദ്ര പദ്ധതികൾ കാസർഗോഡ് കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അത് ഇതിനെ മാത്രമായിട്ട് ബാധിക്കുന്നില്ല. അത് UDF-നെയും രാഷ്ട്രീയമായി UDF-നെയും അത് തന്നെയാണ് ബാധിക്കുക. UDF-ന് കൊണ്ടുവരാൻ കഴിയില്ല, LDF-ന് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം കേന്ദ്രത്തിൽ BJP ആണ്. അതേസമയത്ത് BJP-ക്ക് അത് വോട്ടാക്കി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് കാസർഗോഡ് LDF UDF മത്സരമാണുള്ളത്. അത് രാഷ്ട്രീയ മത്സരം തന്നെയാണ്. കാസർഗോഡിനെ കുറിച്ച് പൊതുവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ പരിതാപകരമായ അവസ്ഥ, ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തത്, എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ടുണ്ടായ പ്രയാസങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത്, അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാത്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിടയില്ല എന്നാണോ? അതെ, കഴിഞ്ഞ തവണ എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതിയുടെ കൺവീനറുടെ മത്സരിച്ചാണ്. അദ്ദേഹത്തിന് 500 വോട്ട് ആണ് കിട്ടിയത്. പക്ഷെ അതിനേക്കാൾ വോട്ട് നോട്ടാൻ പറ്റും. ആ വിഷയം എൻഡോസൾഫാൻ ഇഷ്യൂ ഇലക്ഷനെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ മനസ്സിലാവുന്നത്. അതിന് പുറമെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഈ പുതിയ കാലത്ത് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായതല്ല. അത് വളരെ പരമ്പരാഗത ചരിത്രപരമായിട്ട് ജില്ലയോടുള്ള ഒരു അവഗണനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഒരു ഇലക്ഷൻ പ്രതിഫലിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അത് ഇലക്ഷനിൽ വിഷയമാകും, അത്രേ ഉള്ളൂ. പക്ഷെ അത് വോട്ട് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതാൻ കഴിയില്ല. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10-15 വർഷങ്ങളായി നടത്തിയിട്ടുള്ള ആവശ്യം പ്രശ്നമാണ്, ആരോഗ്യ മേഖലയിലെ പ്രശ്നമാണ്. 2019 വലിയ വിജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 2014 ഫലം കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. 2014 UDF-ന് വേണ്ടി കോൺഗ്രസിലെ T സിദ്ദിഖാണ് അവിടെ മത്സരിച്ചത്. LDF-ൽ 3-ാം വട്ടം P കരുണാകരൻ മത്സരിച്ചു, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം 6921 വോട്ട് മാത്രമായിരുന്നു. ഇടതുപക്ഷത്തിന് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ 6921 വോട്ടിലേക്ക് P കരുണാകരൻ്റെ ഭൂരിപക്ഷം താഴുകയാണ് 2014 ചെയ്തത്. ഇടതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതിൻ്റെ സൂചനയായിരുന്നു അത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ശതമാനം 16%-ലേക്ക് 16-നും 17-നും ഇടയിലുള്ള ശതമാനത്തിലേക്ക് താഴുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് 40,000-ലധികം ലീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈ BJP-യുടെ വോട്ട് പെർസെൻറ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് UDF-നെ സഹായിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? അത് 2014 P കരുണാകരന്റെ 3-ാമത്തെ ടേമായിരുന്നു. അങ്ങനെ വരുമ്പോ T സിദ്ദിഖും K സുരേന്ദ്രനും ഒക്കെ വളരെ യങ്ങായിട്ടുണ്ടായിരുന്ന സ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഒരു വോട്ട് പാറ്റേൺ അവിടെ മാറി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ നന്നായിട്ട് UDF-ന് അനുകൂലമായിട്ട് മാറി. അതാണ് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഇറങ്ങാൻ കാരണം. അല്ലാതെ LDF-ന്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് 2014 വരെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവരുടെ കയ്യിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അത് കുറയുന്നത് സ്വാഭാവികമായ കുറയലാണോ സംഭവിക്കുന്നത് എന്നത് ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് LDF-ന്റെ വോട്ട് ചോർച്ച ചെയ്യുന്നു ചില ഇഷ്യൂസ്, അതിൽ പക്ഷേ ഇതൊക്കെ ഉണ്ടാവും. ഇവരുടെ LDF-ന്റെ സ്വന്തം വോട്ടുകളിൽ അതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. പക്ഷെ നിലവിൽ ചില ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വോട്ട് കുറയുന്നത് സംശയം LDF-നും UDF-നും ഉണ്ട്. ആ ഘടകങ്ങൾ നിലവിൽ ഈ ഇലക്ഷനിൽ ആ ഘടകങ്ങൾ ഇല്ല എന്നതാണ്. 2019 ഉണ്ടായിരുന്നു, 2014 അതുണ്ടായിരുന്നു.
ആ ഘടകങ്ങളൊന്നും ഇപ്പോൾ ഇവിടെയില്ല. വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ LDF, UDF ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പുതിയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് LDF-യും UDF-യും തമ്മിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയതടക്കമുള്ള ഹിന്ദുത്വ അജണ്ടകളെ ചെറുക്കാൻ ആരാണ് മുന്നിലെന്ന ചോദ്യം കേരളത്തിലെ ഇതര മണ്ഡലങ്ങളിൽ എന്ന പോലെ കാസർഗോട്ടും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, ആ ചോദ്യങ്ങൾ ഏറ്റവും അധികം അലട്ടുന്ന വിവിധ സമുദായ വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് CPIM-ഉം LDF-ഉം കോൺഗ്രസും UDF-ഉം വളരെ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾക്ക് ഏത് വിധത്തിലായിരിക്കും മറുപടി ഉണ്ടാവുക എന്നുള്ളത് കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനോടൊപ്പം പ്രധാനപ്പെട്ടത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം ഏത് വിധത്തിലാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും വിധത്തിൽ കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ത്രികോണ മത്സരമില്ലെങ്കിലും NDAയുടെ സാന്നിധ്യം കാസർഗോട്ടെ ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. BJP അവരുടെ വോട്ട് വിഹിതം ക്രമമായി വർദ്ധിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. 1991 നമ്മളൊരു ബേസ് ഇയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1991 CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ BJPക്ക് കിട്ടിയത് 9.89% വോട്ടായിരുന്നു. 1996 PK കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ അത് 12.23% വർദ്ധിച്ചു. 2009 K സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തി, അപ്പോൾ 14.81% വോട്ട് വിഹിതം വർദ്ധിച്ചു. 2014 വീണ്ടും സുരേന്ദ്രൻ മത്സരിച്ചു, വോട്ട് വിഹിതം 17.74%. 2019 പക്ഷേ BJPയുടെ വോട്ട് വിഹിതം ചെറുതായിട്ടൊന്ന് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രവീശ തന്ത്രി കുണ്ടാറായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 16.13% അല്പം കുറഞ്ഞു. ഇക്കുറി തീർത്തും പുതുമുഖമാണ് NDAയുടെ BJP സ്ഥാനാർത്ഥി. കാസർഗോട്ടെ BJPക്കാർക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചത്. ഇത് NDAയുടെ വോട്ട് വിഹിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ത്രികോണ മത്സരം നമ്മൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഇവിടെ പറയാൻ കഴിയില്ല. പക്ഷേ BJP സ്ഥാനാർത്ഥി എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത്തവണ BJP സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അവർ യങ്ങാണ്, ഒരു യുവതിയാണ് ഇത്തവണ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു പ്രത്യേകത. മറ്റൊന്ന്, അവർക്ക് പണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയിക്കുന്ന പാർട്ടിയുടെ പണത്തിന്റെ പിൻബലം അവർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ജില്ലയിലെ BJP എന്ന് പറയുന്നത് വളരെയധികം ചേരിപ്പോലുള്ള നേതൃത്വത്തിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരിപ്പോലുള്ള ഒരു ജില്ലയാണ്. അപ്പൊ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എന്നാൽ സംഘടനാപരമായ കാര്യങ്ങളിൽ കർണാടകത്തിലെ മഹിളാ മോർച്ച പ്രഭാരിയും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലും മഹിളാ ചുമതലക്കാരിയും ഒക്കെ ആയിരുന്ന ML അശ്വിനി സ്ഥാനാർത്ഥിയാകുന്നത്. അത് വളരെ അത്ഭുതത്തോടുകൂടിയാണ് BJP കേന്ദ്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വം ഒരു സുപ്രധാനമായ ഒന്ന് തന്നെയാണ്. അവർ ഒരു പുതിയ ഒരു യുവതിയെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് വലിയ BJPയുടെ വോട്ടുകളൊക്കെ കൂടുതൽ വോട്ടൊക്കെ സമാഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് ആരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നല്ലാതെ മറ്റ് LDF-ലെ വോട്ടുകൾ അവർക്ക് സ്വാധീനിച്ച് വലുതാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ യുവാക്കളുടെയോ കോളേജ് വിദ്യാർത്ഥികളുടെയോ വോട്ടുകൾ അല്പം സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയാം. എങ്കിലും 1,70,000 വോട്ടാണ് ഉണ്ടായത്. അത് മുകളിൽ തന്നെ കുറവാണ്. അപ്പൊ ആ സ്ഥാനാർത്ഥി സാന്നിധ്യം ശക്തമായ സാന്നിധ്യം ഉണ്ടാകും. പക്ഷെ അതിന് 2 മുന്നണികൾ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സപ്തഭാഷാ സംഗമ ഭൂമി എന്ന അപരനാമമുണ്ട് കാസർഗോഡിന്. പല ഭാഷകൾ അവിടെ ഉണ്ട്. കന്നഡ, തുളു, ഗുജറാത്തി, അങ്ങനെ പല ഭാഷകൾ മറാഠിയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ തോന്നുന്നത് കന്നഡയും തുളുവൊക്കെ സംസാരിക്കുന്ന വിഭാഗങ്ങളാണ്. ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ ആ വിഭാഗങ്ങളെ സവിശേഷമായി അഭിസംബോധന ചെയ്യാനും വോട്ട്
ഒരുപക്ഷെ കൂടുതൽ സമാഹരിക്കാനും സാധിച്ചേക്കും. അത് ഏതെങ്കിലും വിധത്തിൽ ഈ LDFൻ്റെയോ UDFൻ്റെയോ സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തെ ബാധിക്കുമോ? അവർക്ക് നന്നായിട്ട് അവർക്ക് 8 ഭാഷ അറിയുന്ന അത് പറയുന്നത് 8 ഭാഷ. ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ അവർ 3 ഭാഷ ഉപയോഗിക്കും. അവർ മലയാളം, കന്നഡ, തുളു അതൊക്കെ ആണ് അവർ ഇവിടെ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അവരുടെ നല്ല കന്നഡ ഭാഷ ഉപയോഗിച്ച് അവരെത്രത്തോളം കന്നഡ വോട്ട് സ്വാധീനിക്കുന്നുവോ അവരുടെ നല്ല തുളു ഭാഷ പ്രാവീണ്യം ഉപയോഗിച്ച് എത്രത്തോളം തുളു ഭാഷ തുളു വോട്ടുകൾ സ്വാധീനിക്കുന്നുവോ എന്നാൽ അത്രയ്ക്കും അവരുടെ മലയാളം കുറച്ച് പുറകിലാണ്. അതുകൊണ്ട് കന്നഡ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അത് പൊതുവിൽ ഈ കന്നഡ സ്ഥാനാർത്ഥി നിർത്തിയാൽ കന്നഡ വോട്ടുകാരെ സ്വാധീനിക്കാം ജയിക്കാമെന്ന് പറയുന്നത് ഒരു ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു തെറ്റാണ്. കാരണം റൈമാരെ മത്സരിപ്പിച്ച മണ്ഡലം പരസ്പരം ന്യൂനപക്ഷങ്ങളെ പ്രകടിപ്പിക്കാൻ റൈമാരെ മത്സരിച്ച മണ്ഡലത്തിൽ ആ പരിഗണന ഇല്ലാതെ ഈ ഗോവിന്ദൻ രംഗത്ത് വന്നപ്പോ 64,000 വോട്ടിനെ ജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പൊ ഭാഷാ ന്യൂനപക്ഷം സ്വാധീനിക്കാൻ പറ്റും, അത് വലിയ വോട്ടായി മാറുമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ മനുഷ്യം കാസർഗോഡ് മേഖലയിലെ ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവരുടെ വോട്ട് BJP മേഖലയിലാണ്. അത് LDF UDF അങ്ങനെ വലിയ രീതിയിൽ അട്ടിമറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല. അവിടെ രണ്ടാം കക്ഷി നിയമസഭയിൽ രണ്ടാം കക്ഷി BJP ആണ്. സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് രാജ്മോഹൻ ഉണ്ടാക്കിയെടുത്തൊരു സ്വാധീനമുണ്ട്. അത് രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് രണ്ടാമത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായി ഉണ്ടായിരിക്കെ തന്നെ നാട്ടുകാരനാണ് എന്ന ഘടകം MV ബാലകൃഷ്ണനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. സംഘടനാ സംവിധാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെമ്പാടും എന്നുള്ളതുപോലെ തന്നെ CPIM-നും ഇടതിനും സംഘടനാ സംവിധാനത്തിൽ ഒരു മേൽക്കൈ കാസർഗോട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലീഷയൊക്കെ പറയാറില്ലേ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് പത്രഭാഷയിലെ ക്ലീഷയുണ്ടല്ലോ, അതുപോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം മറ്റ് മണ്ഡലങ്ങളിൽ എന്ന പോലെ കാസർഗോട്ടും ഇടതുപക്ഷത്തിനും CPIM-നുമുണ്ട്. UDF-ൽ സംഘടനാ തലത്തിലെ കോൺഗ്രസിൻ്റെ ദൗർബല്യം അത് സംസ്ഥാനത്തെമ്പാടുമുള്ളതാണ്, അത് കാസർഗോഡുമുണ്ട്. അത് കാസർഗോഡ് ഒരുപക്ഷെ ആ ദൗർബല്യം നികത്തുക മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനമാണ് UDF-ൻ്റെ സംഘടനാ സംവിധാനമായിട്ട് കാസർഗോഡ് ഏതാണ്ട് പ്രവർത്തിക്കുന്നത്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയെടുത്ത സംഘടനാ സംവിധാനം കൂടി ചേരുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യത്തെ ഒരു പരിധിവരെ മറികടക്കാൻ UDF-ന് സാധിക്കുകയും ചെയ്യും. ഈ രണ്ട് ഘടകങ്ങളെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പ്രചാരണം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ മുൻതൂക്കം ആർക്ക് എന്നത് പ്രവചിക്കാൻ ഇക്കുറി കാസർഗോട്ട് സാധ്യമല്ല. ഇടതുപക്ഷത്തിന് അവരുടെ ശക്തമായ വോട്ട് ബാങ്ക് ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അതിനെ മറികടക്കാൻ പാകത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സിറ്റിംഗ് MP എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനം, ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒപ്പം സംസ്ഥാന ഭരണത്തിനെതിരായ വികാരം, ഈ 3 ഘടകങ്ങളും കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്. ഇതിനൊപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാനെത്തുന്നു എന്നത് UDF-ന് ഇക്കുറിയും ഒരു ആനുകൂല്യമായിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന ഭരണത്തിനെതിരായ വികാരവും UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമാണ്. ഇതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് അവരുടെ അടിസ്ഥാന വോട്ട് കൊണ്ട്, അവരുടെ ശക്തമായ വോട്ട് ബേസ് കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ഫലം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.